alien madness. ഇവിടെ കുറച്ച് സ്ഥലം കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് ചെടികളുണ്ട്, അതാ പ്രശ്നം. ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നുള്ളതാണ് സംശയം. ചെടികൾ കട്ട് ചെയ്യാനുള്ള കൊടുവാളും കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇവിടുന്ന് നേരെ പിന്നിൽ വേണ്ട പുഴയാണ്. പുഴയല്ല, ഇത് പുഴയോട് കണക്ട് ചെയ്യുന്ന ഒരു തോട് പോലത്തെ ഇതാണ്, വെള്ളക്കെട്ടാണ്. ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇതുവരെ നോക്കിയാൽ വെച്ചിട്ട് കുറച്ചൊരു നല്ല സ്ഥലം ഇതാ കാണുന്നത്. ഇവിടെ തന്നെ ടെൻ്റ് അടിക്കാം അല്ലേ? അപ്പോൾ ടെൻ്റ് സെറ്റാക്കട്ടെ. സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാലേ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ സമയം 6 മണിയായി കേട്ടോ. സൺസെറ്റ് 6:15 തോന്നുന്നുണ്ട്. സൺസെറ്റ് ആനായി. അവർ ഇവിടെ ഉണ്ട്, ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്ന 3 പേരുണ്ട്. ഒരാൾ പോയി, 2 പേര് ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു കുറച്ച് നേരം വരെ. അപ്പോൾ അതുവരെ സമയമുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നല്ലൊരു സ്ഥലമാണ് ഇത് കേട്ടോ, ബെസ്റ്റ് സ്ഥലം. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല സൂപ്പർ സ്ഥലമാണ്. ഫുള്ള് കണ്ടൽ കാടാന്ന്, ഒരുപാട് കിളികളും പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഒരു സാധനം കാണിച്ചു തരണേ, നീർനായിനെ കണ്ട? അതാ അവിടെ ദൂരെയുള്ള, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ടേ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാണുന്നുണ്ടോ? അതാ ഒന്നൊന്നല്ല കേട്ടാ, ഒരു 5-6 എണ്ണം ഉണ്ട്. വെള്ളത്തിനടിയിലേക്ക് പോയി. മണ്ണെണ്ണ വിളക്ക് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു കാപ്പി ഇട്ട് കുടിക്കട്ടെ. നല്ലൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചതാ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. പക്ഷേ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലേ? ഷുഗറും ഉണ്ട്. കാപ്പി സെറ്റായിട്ടുണ്ട്, അത് ഇതിൽ വെക്കട്ടെ. കാപ്പി കുടിക്കട്ടെ. വാ,
സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അവിടെ മീനെ പിടിക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ അവിടെ എന്ത് മീനാണ് കിട്ടിയിട്ടില്ലെന്ന്. ഉണ്ടാ കാണുന്നുണ്ടോ? ഒരു 5-8 പേരുണ്ട് കേട്ടോ. 2-3 സ്ഥലമായിട്ട് മീനെ പിടിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഒരു മലനാ? കിട്ടി. സൈസ് കണ്ടോ? അരക്കിലോ ഉണ്ടാവും അല്ലേ? ഇതോ ഈ സാധനം ഇത് വരാല? ഇതൊന്നും വരാല്ലേ? ഇത് ചേർമീൻ്റെ മാതിരി കാണുമ്പോ. ഇത് മറ്റേ സാധനം കരിമീൻ. മര്യാദക്ക് എടുത്തില്ല. പൊട്ടിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. കുറെ കളിച്ച് ഇവിടെ മുറിയല്ലേ അവിടെ മാത്രം പിടിച്ചോളാം. കൈമേല് സൈസാണ് അതിൻ്റെ. ഇങ്ങനത്തെ 1 കിലോ ഉണ്ട് കേട്ടോ. 1 കിലോ ഉണ്ടാവും അല്ലേ? 800 ഇപ്പം കിട്ടിയ മീനുകൾ കണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. ഇതൊരു ഫിഷിംഗ് പോയിൻ്റാണ് ആക്ച്വലി. ഒരുപാട് പേര് മീനെ പിടിക്കാൻ വന്നിട്ടുണ്ട്. അവരെല്ലാം ആ സൈഡിലുള്ള, ഞാൻ ഇങ്ങനെ കോർണറിലാണ്. ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കുന്നു മീനെ പിടിക്കുന്ന. കുറേ കിട്ടി കേട്ടോ മീൻ. വരാലാണ് കൂടുതലും കിട്ടുന്നത്, വരാളും ഞണ്ടും. അത് നല്ല സ്പോട്ടാണ്. ആ മേലെ കാണുന്ന ഹൈവേ ആണ് കേട്ടോ. സമയം 9 മണിയായി. ഇനി ലേറ്റ് ആയാലും എന്താണെന്ന് നോക്കാം. നേരത്തെ ആ കാപ്പി കുടിക്കുമ്പോൾ ഞാൻ ഒരു പഴംപൊരിയും ഒരു പരിപ്പ് വടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തിന്നാൻ മറന്നുപോയി. അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, അത് നോക്കാൻ വേണ്ടി പോയതാണ്. നേരത്തെ ഞാൻ വരുമ്പോൾ ഒരു തട്ടുകടയിൽ നിന്ന് വാങ്ങിയതാണ്, പരിപ്പ് വടയും ഒരു പഴംപൊരിയും. അപ്പോൾ കാപ്പി ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടെ നിന്ന് മീനൊക്കെ ഇട്ടിന്ന് വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അത് നോക്കാൻ പോയി. അപ്പോൾ ഇത് തിന്നാൻ മറന്നുപോയി. അപ്പോൾ തണിഞ്ഞു പോയത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറല്ലേ? ഇതാണ് എൻ്റെ നാട്. എൻ്റെ നാട്ടിലുള്ള പ്ലേസാണിത്. ഞാൻ മോസ്റ്റ്ലി വയനാട്ടിലാണ് പോയിട്ട് അധികം വ്ളോഗ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ നാടങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതെൻ്റെ വീട്ടിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് മൊത്തം പുഴയാണ്. പുഴ, കണ്ടൽക്കാട്, പിന്നെ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത്. ഇതുവരെ എത്താൻ കഴിഞ്ഞത് നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നതുകൊണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും മാത്രമാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും
എൻ്റെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു. എൻ്റെ വീഡിയോ ഏകദേശം മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ വീഡിയോക്ക് എന്തെങ്കിലും മോശം ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോ, പ്രശ്നമില്ല. ഒക്കെ മാറ്റാവുന്നതല്ലേ ഉള്ളൂ. എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണല്ലോ എനിക്ക് മനസ്സിലാവുക വീഡിയോക്ക് എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റാണെന്നോ അതൊക്കെ അറിയാൻ പറ്റുക. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കട്ടെ. ഫുഡ് കഴിക്കട്ടെ. 11 മണിയാനായി. കുറേ നേരം ആ ഫിഷിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഫിഷ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് കുറേ നേരം ഇരുന്ന് മീൻ പിടിക്കുന്ന നോക്കിയിട്ട് ഒരുപാട് മീനെ കിട്ടി കേട്ടോ. ചാക്ക അറച്ചും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ചെറിയ മീനിനെ പിടിച്ചിട്ട് ഇരയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർക്ക് ഇരയായിട്ടുള്ള മീനുണ്ടല്ലോ, ചെറിയ മീൻ. അപ്പോൾ അതിനെ പിടിച്ചിട്ട് അവർ പോയി. പിന്നെ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നു വലിയ മീനെ പിടിക്കാൻ വന്നു. അവർക്ക് ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം പോയതവർ. അപ്പോൾ അവർ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ആദ്യം 2 മുട്ട ഉണ്ട്, പിന്നെ നൂഡിൽസും ഉണ്ട്. ആദ്യം മുട്ട ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ നൂഡിൽസ് റെഡിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതാകുമ്പോൾ കുറച്ച് പ്രോട്ടീനും കിട്ടുമല്ലോ. മുട്ട പൊട്ടിച്ചിട്ടെ. നൂഡിൽസ് പൊടിച്ചിട്ട് കൊടുക്കട്ടെ. ഇതിൻ്റെ പാക്കറ്റ് മസാല ഇതിൻ്റെ തന്നെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് അതിൻ്റെ അകത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ആകുമ്പോൾ അത് പറ്റിപ്പോവില്ല. നൂഡിൽസ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പം നമുക്ക് എഗ്ഗ് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല, അതിനെ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം. നൂഡിൽസ് സെറ്റായി കേട്ടോ. എഗ് നൂഡിൽസ് സെറ്റാക്കിയ നൂഡിൽസ് കഴിക്കട്ടെ. ഭയങ്കര വെയിറ്റ് തോന്നിക്കുന്നുണ്ട്, ഹെവിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല വിശപ്പുണ്ട്. ഇത്രയും നേരം വിശപ്പുണ്ടായിട്ടില്ല, നേരത്തെ ഒന്നും വിശപ്പുണ്ടായില്ല. ഇപ്പം ഭയങ്കര വിശപ്പ്. കഴിക്കട്ടെ. ബാക്കിലെല്ലാം ഒന്ന് നോക്കുന്നതല്ലോ. എന്താ പറഞ്ഞാൽ നീർനായികൾ ഇഷ്ടം പോലെ ഉണ്ട്. വന്നിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട്, ഹൈപ്പ്. പിന്നെ എൻ്റെ ചാനലിൽ അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഹൈപ്പ് സ്റ്റാർട്ടായി. ഇത്ര നാളും ഉണ്ടായിട്ടില്ല.
അപ്പോൾ അത് ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു വീഡിയോനെ 3 പ്രാവശ്യം ഹൈപ്പ് ചെയ്യാൻ പറ്റും ഒരാഴ്ചയിൽ. അടുത്ത ആഴ്ചയാണ് പിന്നെ അടുത്ത ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹൈപ്പ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഇത്രയും മെനക്കെട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസിന് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ആളുകളെ ഫീഡിലേക്ക് പോകും. ഒരു എന്താ പറയുക, യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക, അവരെ ഒരു സഹായം അത്. നിങ്ങൾ ജസ്റ്റ് ഒരു ഹൈപ്പ് ബട്ടൺ അമർത്തുക വേണ്ടു, വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പോകില്ല. ജസ്റ്റ് ഹൈപ്പ് ചെയ്താൽ അത് വേറെ ആളെ ഫീഡിലേക്ക് പോകും. അപ്പം കുറേ റീച്ച് വരും. ഇത് ചെയ്യണേ പ്ലീസ്. അപ്പുറത്തെ സൈഡിൽ വലിയ സേഫ് അല്ലാത്ത പോലെ തോന്നിയുകൊണ്ട് ഇപ്പുറം വന്നിരുന്നതാണ്. ഇവിടെ എന്തോ ഒരു വെള്ളത്തിലൊരു അനക്കം കണ്ട്. പെരുമ്പാമ്പാണോ അതോ നീർനായാണോ എന്നറിയില്ല. അതുകൊണ്ട് ഇപ്പുറം വന്നിരുന്നതാണ്. ഇവിടെ പെരുമ്പാമ്പും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഈ വെള്ളത്തിൻ്റെ കെട്ടുള്ളതുകൊണ്ട് പെരുമ്പാമ്പ് ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് രാത്രിയായി പെരുമ്പാമ്പൊക്കെ പുറത്തിറങ്ങുക, ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞാട്ടാ അങ്ങനെ വയറ് ഫുള്ളായി. സാധനങ്ങളെല്ലാം ഒന്ന് ബാഗിലെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് കിടക്കേണ്ട പരിപാടി നോക്കണം. പക്ഷെ വെള്ളം കുടിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ചുറ്റുമുള്ള പിന്നെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം, രാത്രി എങ്ങനെ ഉണ്ടാവും എന്നുള്ള. സിബ് ക്ലോസ് ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇതിൻ്റെ അടുത്തൊരു ചെറിയ തെങ്ങുണ്ട് കേട്ടോ. ഉണ്ടാ ഉണങ്ങിയ തേങ്ങ ടെൻറ്റുമ്മൽ പോകുന്നുള്ള പേടി. നോക്കട്ടെ, ഇങ്ങോട്ട് പോയി നോക്കാം. അവിടെയാണ് ഹൈവേ. ഉണ്ടാ ഹൈവേ ഉണ്ടാ, കാണുന്നില്ല അല്ലേ? ടോർച്ച് അടിച്ചാൽ കാണാൻ പറ്റും. കണ്ടാ, ഇതാണ് ഹൈവേ. ഇതൊക്കെ ഫുള്ള് പുഴയാണ്ട. ഇത് പാലാണ്. ഉണ്ടാ ഇതിലേ പോയിട്ട് ഇവിടെയാണ് മറ്റേ അവർ മീൻ പിടിച്ചത്. ഇവിടുന്നാണ് അവർ മീൻപിടുത്തക്കാർ ഇരുന്നിട്ട് മീൻ പിടിച്ച സ്ഥലമാണിത്. ഇപ്പുറത്തെ സൈഡിലും വെള്ളമാണ്. കണ്ടാ, ഇവിടെ നല്ല അടിപൊളി മീനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. കാണുന്നുണ്ടോ അറിയില്ല. കണ്ട, കാണുന്നുണ്ടോ? അവിടെയൊക്കെ ഉണ്ട് മീൻ. കണ്ടാ, മീനുണ്ട് ഇഷ്ടം പോലെ. ഇതെല്ലാം ഫുള്ള് കണ്ടൽക്കാടാണ്. കണ്ടാ, മൊത്തം കണ്ടൽക്കാടാണ്. ദൂരെ വരെ കണ്ടൽക്കാടാ. കണ്ട, എൻ്റെ ടെൻ്റ് അങ്ങാണുള്ളത്. ഞാൻ വന്നത് ഇതാ ഇങ്ങന്നാണ്. എൻ്റെ വണ്ടി ഇത് എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം അവിടെ ഉണ്ടായത്, അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സേഫ് അല്ലാത്ത പോലെ തോന്നിയോണ്ട് ഇങ്ങോട്ട് റോഡൊന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് വഴിയുമില്ല. അപ്പം വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചെറിയൊരു ഈ പാലം പോലെ ഒരു സ്ലാബ് പോലത്തെ സാധനം ഇട്ടത്, ഇത് മരത്തിൻ്റെയാന്ന് തോന്നുന്നുണ്ട്. കണ്ട, ഇത് ജസ്റ്റ് ഇതാ അവിടെ മീൻ നോക്കിയേ. ഓ, എവിടെയൊക്കെ ഉണ്ട് മീൻ. ഇതാണ്ട, അപ്പോൾ ഇങ്ങോട്ട് തന്നെ പോവാം. അങ്ങോട്ട് ആ ടെൻറ്റിൻ്റെ ബാക്ക് സൈഡിലൊരു സ്ഥലമുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടാ. കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ നല്ല ആഴമുണ്ട്. ഇവിടെ എല്ലാം ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. ആദ്യം ഞാൻ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇവിടെ കാടായതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ഫുഡ് കഴിച്ചത്, പിന്നിലെ ഭാഗത്തുനിന്ന്. കണ്ട, ഇവിടെയാണ് ഇപ്പോൾ എന്തോ ഒരു ഒച്ച വന്നത്. ഈ വെള്ളത്തിൽ
ഭയങ്കര വലിയൊരു അനക്കം വന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നല്ല അപ്പുറത്തെ സൈഡിൽ പോയിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് കണ്ടൽ കാടാണ്ട. ഇവിടുന്ന് ഫുള്ള് ഇതിൻ്റെ ഉള്ളിലോളം എനിക്കൊന്നൊരു 1 കിലോമീറ്ററിൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പം എല്ലാം ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഫിഷ് ചെയ്യാൻ വന്ന ആൾക്കാരും എല്ലാം തിരിച്ചു പോയി. അപ്പോൾ അവർ പോയപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങോട്ടേക്കൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കും പോയി കാണിച്ചിട്ട് ടെൻറ്റിലേക്ക് കയറി അടങ്ങാം, എന്നിട്ട് ഉറങ്ങാം. എന്നിട്ട് രാവിലെ എണീച്ചിട്ടുള്ള വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെയും കണ്ടൽക്കാടാണ്, ഇപ്പുറത്തെ സൈഡിലും കണ്ടൽക്കാടാണ്. ഇവിടെ ഭയങ്കര മീനിൻ്റെ മണം അടിക്കുന്നു. മീനിൻ്റെ വേസ്റ്റ് ഇട്ട പോലത്തെ മണം. ഇവിടെയൊക്കെ ഭയങ്കര ഹൊറർ പ്ലേസാണ്. ഇവിടെ കംപ്ലീറ്റ് കണ്ടൽക്കാടാണ് ഇപ്പുറത്തെ സൈഡ്. ഈ സമയത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നാമത് പെരുമ്പാമ്പ് ഇറങ്ങുന്ന സമയം ഇത്. ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ പെരുമ്പാമ്പുണ്ടാവും. മീൻ ചാടുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല, തിരിച്ച് വേഗം ടെൻറ്റിലേക്ക് പോകാം അല്ലേ. ഇനി ഇവിടുന്ന് തിരിഞ്ഞടിക്കുന്ന നല്ലതല്ല. അവരൊക്കെ ഉള്ളപ്പോൾ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് വേഗം ടെൻറ്റിലേക്ക് പോയിട്ട് ഉറങ്ങാം, അതാ നല്ലത്. രാവിലെ എണീച്ചിട്ട് ബാക്കിയുള്ള വ്യൂസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉറങ്ങേണ്ട പരിപാടി നോക്കട്ടെ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ആ ഫിഷ് ചെയ്യുന്ന അവരുടെ അടുത്ത് പോയി നിന്നിട്ട് അവരെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. അവിടെ കുറേ നേരം നിന്നല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം. ഷൂസ് ഉള്ളിൽ എടുത്ത് വെക്കാം. ഇങ്ങനത്തെ സ്ഥലത്ത് ഭയങ്കര റിസ്ക്കാണ് പുറത്ത് വെക്കുന്നത്. എന്തൊക്കെയോ കരയുന്നുണ്ട് കേട്ടോ. നീർനായാന്ന് തോന്നുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? വേഗം ടെൻറ്റിലേക്ക് കയറട്ടെ. ജിപ്പ് അടച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, രാവിലെ കാണാം. സമയം 6:30 മണിയായി.
മോർണിംഗ്. അങ്ങനെ രാവിലെയായി. ഒരു ചായ കാച്ചി കുടിക്കണം, വീട്ടിലേക്ക് പോകണം. ചായ കാച്ചി കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെയുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് കുറേ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. രാവിലെ നല്ല രസമാണ്. ഇവിടെ ഒരുപാട് കിളികളും ഈ കുളക്കോഴികൾ, പിന്നെ പുറത്തുനിന്നെല്ലാം വരുന്ന ദേശാടന കിളികളൊക്കെ ഉണ്ടാവും. എന്നാൽ പിന്നെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടാം അല്ലേ? ഓക്കെ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ. ചായ കുടിക്കട്ടെ. ഇപ്രാവശ്യം ചായ ആക്കി. അങ്ങനെയുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ? വാ. അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് സ്ഥലം വിടണം. ഇതായിരുന്നു ഞാൻ ഇന്നലെ വന്ന സ്ഥലം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.